നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ പെരിഞ്ഞനം കൊറ്റംകുളത്ത് ഒട്ടേറെ വാഹനാപകടങ്ങൾക്ക് കാരണമായ കൂറ്റൻ മരം മുറിച്ചുമാറ്റി. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കൾ. ഇരിങ്ങാലക്കുട പായമൽ ക്ഷേത്രത്തിൽ നിന്ന് ചെമ്പോല മോഷ്ടിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ പെരിഞ്ഞനം കൊറ്റംകുളത്ത് ഒട്ടേറെ വാഹനാപകടങ്ങൾക്ക് കാരണമായ റോഡരികിലെ മരം ഒടുവിൽ മുറിച്ചുമാറ്റുന്നു. കൊറ്റംകുളം സെന്ററിന് വടക്ക് ഭാഗത്ത് റോഡിന്റെ പടിഞ്ഞാറ് വശത്തുള്ള കൂറ്റൻ കണ്ണിമാവാണ് മുറിച്ചുമാറ്റുന്നത്. വാഹനാപകടം പതിവാകുന്നുവെന്ന പരാതി വ്യാപകമായിട്ടും ദേശീയപാത അധികൃതർ മരം മുറിച്ചുമാറ്റാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ VS സുനിൽകുമാർ MLA ഇടപെട്ട് പ്രതീകാത്മകമായി മരത്തിനോട് തന്നെ സമ്മതം വാങ്ങി നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിക്കുകയായിരുന്നു. നിരവധി അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മരമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു മരം പോലും നമ്മുടെ രാജ്യത്ത് വെക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, ഈ മരം ഈ മാവ് മുറിക്കണം എന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു മരം പോലും വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. പക്ഷേ ഇവിടെ ഈ മരത്തിൻ്റെ കാര്യത്തിലൊരു പ്രശ്നം, 22-ലധികം അപകടങ്ങൾ ഈ മരം മൂലം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്, പല ആളുകളും ജീവച്ഛവങ്ങളായിട്ട് കളിയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും ഈ മരത്തിലിടിച്ചുകൊണ്ടുള്ള അപകടം സംഭവിച്ചത്. അതിന് കാരണം ഇത് ടാറിട്ട റോഡിലാണ് ഈ മരം നിൽക്കുന്നത് എന്നുള്ളതാണ്. നേരിട്ട് വരുമ്പോൾ പല ഡ്രൈവർമാർക്കും അവരുടെ ദിശ തെറ്റി ഇതുപോലെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഈ മരം മുറിച്ചു മാറ്റാൻ പലതവണ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും അതിൻ്റെ നടപടികളിലേക്ക് പോകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്ററുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന് നിർദ്ദേശാനുസരണം ഈ മരം നാട്ടുകാരുടെ തന്നെ സാന്നിധ്യത്തിൽ അത് മുറിച്ചു മാറ്റി അതിനുശേഷം മറ്റ് നടപടികൾ, ലേലം ചെയ്യുന്നുൾപ്പെടെ നടപടികൾ ഗവൺമെൻറ് ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ മരം മുറിച്ചു മാറ്റുന്ന ജനങ്ങളുടെ ചെലവിൽ മുറിച്ചു മാറ്റുകയാണെങ്കിൽ സർക്കാരിന് അതുകൊണ്ട് വിരോധമില്ല എന്ന് ഗവൺമെൻറ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ആക്സിൻ്റെ പ്രവർത്തകന്മാരും പഞ്ചായത്ത് മെമ്പറും ഈ പ്രദേശത്തെ ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഈ മരം മുറിച്ചു മാറ്റുന്ന ഒരു കൃത്യത്തിന് ഞങ്ങൾ ഇരുന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച മരം മുറി രാത്രിയായിട്ടും പൂർത്തിയാക്കാനായിട്ടില്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി മരം മുറിക്കൽ പൂർത്തിയാകും. 3 ആൾ വണ്ണമുള്ള മരത്തിന് 100 വർഷത്തോളം പഴക്കമുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി റോഡിന് വീതി കൂട്ടിയതോടെയാണ് മരം വില്ലനായത്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ മരത്തിലിടിക്കുന്നത് പതിവായതോടെ നാട്ടുകാർ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചെങ്കിലും രക്ഷയുണ്ടായില്ല. ഇതിനോടകം 20-ലധികം അപകടങ്ങളാണ് മരം വരുത്തിവെച്ചത്. വ്യത്യസ്ത അപകടങ്ങളിൽ പരിക്കേറ്റ 2 പേർ ഇപ്പോഴും ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കഴിയുന്നുണ്ട്. നിരവധി പരാതികൾ നൽകിയിട്ടും ദേശീയപാത അധികൃതർ അനങ്ങാതായതോടെയാണ് MLA ഇടപെട്ടത്. പുന്നയ്ക്ക ബസാറിലെ എക്സ് പ്രവർത്തകരുടെ സഹായത്തോടെ ഗതാഗതം ഒറ്റവരിയാക്കി നിയന്ത്രിച്ചാണ് മരം മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മരം മുറിക്കാനായി പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് നാട്ടുകാർക്കും വ്യാപാരികൾക്കും ദുരിതമായി. ശനിയാഴ്ചയും വൈദ്യുതി മുടങ്ങാനാണ് സാധ്യത. പെരിഞ്ഞനം കൊറ്റംകുളം ടാഗോർ ലൈബ്രറിയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കഥാസായാഹ്നവും കഥയരങ്ങും നടത്തി. സുനിൽ P. ഇളയിടം വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു രാഷ്ട്രീയ പ്രയോഗം എന്നുള്ള മട്ടിൽ അവതരിപ്പിച്ചു എന്നല്ല, ബഷീർ പ്രത്യക്ഷമായ രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടേയില്ല. ഒരുപക്ഷെ നവോത്ഥാന മാനവികതയുടെ പ്രതിനിധികളായി നമുക്കിടയിൽ ജീവിച്ച എഴുത്തുകാരിൽ ബഷീറിനോളം രാഷ്ട്രീയമായ താല്പര്യരാഹിത്യം കാണിച്ച ആളുകൾ കുറവാണെന്ന് പറയാം. അദ്ദേഹം ഒട്ടും രാഷ്ട്രീയ താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. വലിയ തോതിൽ അദ്ദേഹം ആഹ്വാനങ്ങൾ മുഴക്കുകയോ അക്കാലത്ത് അലയടിച്ച സമരങ്ങളെക്കുറിച്ച് എന്തെങ്കിലും എഴുതുകയോ ഒന്നും ചെയ്തില്ല. ബഷീറിൻ്റെ കൃതികൾ വായിച്ചാൽ നിങ്ങൾ കർഷക സമരത്തെക്കുറിച്ചോ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചോ ഒന്നും വലിയ തോതിൽ കാണില്ല. അവിടെ ചില പരാമർശങ്ങൾ, സമരങ്ങളിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചുള്ള ചില സൂചനകൾ എന്നൊക്കെ ഉണ്ടാകാം എന്നല്ലാതെ വലിയ തോതിൽ അലയടിക്കുന്ന ഒരു സമരമോ ജീവിതമോ നിങ്ങൾക്ക് ബഷീറിൻ്റെ എഴുത്തിൽ കാണാൻ പറ്റില്ല. തകഴിയിൽ കാണുന്നത് പോലെ, കേശവദേവിൽ കാണുന്നത് പോലെ സമൂഹത്തിൻ്റെ അമ്മാതിരി ചിത്രങ്ങളൊന്നും ബഷീറിലില്ല. വാർഡ് മെമ്പർ ബിന്ദു രജിശങ്കർ അധ്യക്ഷനായി. തുടർന്ന് നടന്ന കഥയരങ്ങ് PK ഭരതൻ ഉദ്ഘാടനം ചെയ്തു. TK ഗംഗാധരൻ, സുനിൽ P. മതിലകം, അനിൽ കിള്ളിക്കുളങ്ങര, ലോഹി കുടിലിങ്ങൽ, മൂസ വടക്കനോളി, EG വസന്തൻ, UK സുരേഷ് കുമാർ, ശാശ്വതി R, TK മീരാബായ്, സുധാകരൻ പുത്തിരിക്കാട്ടിൽ എന്നിവരും പങ്കെടുത്തു. കയ്പമംഗലം വൈദ്യുതി സെക്ഷനു കീഴിലെ എടത്തിരുത്തി കൊല്ലാറ സെന്ററിലും ചളിങ്ങാടും വൈദ്യുതി മോഷണം പിടികൂടി. ചളിങ്ങാട് ഡിജിറ്റൽ മീറ്ററിന്റെ ടെർമിനൽ വേർപ്പെടുത്തി മോഷണം നടത്തിയ ഉപഭോക്താവിൽ നിന്നും 30,000 രൂപയും കൊല്ലാറ സെന്ററിൽ അനലോഗ് മീറ്ററിൽ കാന്തം ഘടിപ്പിച്ച് റീഡിംഗ് തടസ്സപ്പെടുത്തിയ ആളിൽ നിന്നും 23,000 രൂപയും പിഴ ചുമത്തി. ഉപഭോക്താക്കൾ പിഴയടച്ചതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു.
തൃപ്രയാർ സെന്ററിൽ ദേശീയപാതയരികിൽ സ്ഥലം കയ്യേറി കച്ചവടം നടത്തിയവരെ പഞ്ചായത്ത് അധികൃതർ ഒഴിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ സെന്ററിലെത്തിയ പഞ്ചായത്ത് സെക്രട്ടറി PK ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചത്. പച്ചക്കറി, മീൻതട്ട്, ഫ്രൂട്ട്സ് തുടങ്ങിയ കച്ചവടം നടത്തുന്നവരാണ് ദേശീയപാതയോരത്ത് സ്ഥലം കയ്യേറി നടന്നിരുന്നത്. കയ്യേറ്റം തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കേര കർഷകരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ നാട്ടിക കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തി. യുവമോർച്ച നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച്. തൃപ്രയാർ പോളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കൃഷി ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. BJP നിയോജക മണ്ഡലം സെക്രട്ടറി AR അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും കർഷകരോടുള്ള അങ്ങേയറ്റത്തൊരു അവഗണനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം. SK ശ്രീധരൻ അധ്യക്ഷനായി. സേവ്യൻ പള്ളത്ത്, PK സിദ്ധൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വലപ്പാട് ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ജേതാക്കളായി. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 2ാം സ്ഥാനം. 3 ദിവസങ്ങളിലായി നടന്ന കായികമേള വെള്ളിയാഴ്ചയാണ് സമാപിച്ചത്. സമാപന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് VB ഷരീഫ് അധ്യക്ഷനായിരുന്നു. AEO AB ജയപ്രകാശ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. BPO MR സുഭാഷിണി, അധ്യാപകരായ രജനി, സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആരോഗ്യ കേരളം പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ പ്രജനന ശൈശവ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ശനിയാഴ്ച 8:30 മുതൽ ഉച്ചവരെ പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്യാമ്പ്. ഒരിടവേള.